കൂട്ടുകാർ ഈ മോമോസ് കഴിച്ചിട്ടുണ്ടോ? ഒരു ചൈനീസ് ടിബറ്റൻകാരുടെ ഒരു ട്രഡീഷണൽ ഒരു ഐറ്റം കേട്ടോ മോമോസ്. നല്ല രസമാണ്. ഏത് സ്പൈസി ആയിട്ടുള്ള ചട്നിയുടെ കൂടെയും ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ ഒരു 10-20 മോമോസ് ഓർഡർ വന്നു. അപ്പോൾ ഒന്ന് ഉണ്ടാക്കണേ, നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി കേട്ടോ. എല്ലാവർക്കും സുഖമല്ലേ? എന്നാൽ നമുക്ക് മോമോസ് കാണാം കേട്ടോ. വാ. അപ്പോൾ അത് നമ്മൾ മോമോസ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഒരു ബേസിലേക്ക് ഒരു 300 ഗ്രാം അളവിൽ മൈദയുണ്ട് കേട്ടോ. മൈദയാണ് ഇതുണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ മൈദ ഇട്ടു, പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു, ഒരല്പം ഷുഗർ ഇട്ട് കൊടുത്തു, ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ, ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. പിന്നെ പാകത്തിന് വെള്ളം കൂടെ എടുത്ത് നമ്മൾ പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ കുറച്ച് ലൂസായിട്ട് നമ്മൾ ഡോ ചെയ്തെടുക്കുകയല്ലേ, അതുപോലെ നന്നായിട്ട് ശരിക്കും തേച്ച് കുഴച്ചെടുക്കണം. പൊറോട്ട ആയാലും ചപ്പാത്തി ആയാലും മാവ് കുഴയ്ക്കുമ്പം ഇതുപോലെ നന്നായിട്ട് അതിങ്ങനെ കൈകൊണ്ട് പിടിച്ച് തിരുമ്മി നന്നായിട്ട് തേച്ച് കൂട്ടണം. എന്നാലേ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇതുണ്ടോ, ഇതുപോലെ കയ്യിലൊരു സർഫസിലിട്ട് ഇതുപോലെ നന്നായിട്ട് ഇതുപോലെ തേച്ചങ്ങ് ഒട്ടിക്കണം. അതുപോലെ ശരിക്കും നല്ല സോഫ്റ്റ് ഡോയായി. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ മൂടി അവിടെ വെക്കാം കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. ഇത് ഒരു മീഡിയം സൈസിലൊരു ക്യാരറ്റ് ഇതുപോലെ പൊടിയായിട്ട് ചോപ്പ് ചെയ്യുക. അതിനുശേഷം ഇത് ഒരു 8-10 ബീൻസ് ഉണ്ട്, അതും ഇതുപോലെ പൊടിയായിട്ട് ചോപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ജൂലിയൻ ചെയ്തിട്ട് നൈസായിട്ട് ചോപ്പ് ചെയ്യുക. ഇതുപോലെ ഇതുണ്ടോ, ഇത് പനീറാട്ടോ, അതായത് വെജ് ആൻഡ് പനീർ മോമോസ് ആട്ടോ അവിടെ. അപ്പോൾ ഒരു കഷ്ണം പനീറുണ്ട്, 2 കൂടം വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, നിങ്ങളൊക്കെ ചോപ്പ് ചെയ്യണം. പനീർ ചോപ്പ് ചെയ്തു, ജിഞ്ചർ ഗാർലിക്, ഒരു ഒനിയൻ, സ്പ്രിങ് ഒനിയൻ, പിന്നെ ക്യാരറ്റ്, ബീൻസ്. കടായിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലിനകത്തേക്ക് നമ്മുടെ ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ട് ലൈറ്റ് തീയിൽ ഇതുപോലെ ലൈറ്റ് ബ്രൗൺ ആക്കി എടുക്കണം, കരിഞ്ഞു പോകണ്ട്. അതിന് ശേഷം ഇഞ്ചി കൂടെ ഇട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക. അതായത് ക്യാരറ്റ്, ബീൻസ്, പനീർ, ക്യാബേജ്, സ്പ്രിങ് ഓനിയൻ, ഒരല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പൊടിക്ക്. മൂത്ത് കഴിയുമ്പോഴത്തേനും ഉപ്പിട്ട് കൊടുക്കുക പാകത്തിന്, ഒരല്പം പെപ്പർ, ഒരല്പം സോയ് സോസ്. ഇതുണ്ടോ, ഇത്രയും മതി. നന്നായിട്ട് മൂപ്പിച്ച് ഇന്ന് ഇച്ചിരി ക്രഞ്ചി ആയിരിക്കണം, ഇതിൻ്റെ വേരുകൾ കൂടുതലങ്ങ് വാടിപ്പോയത്. ലാസ്റ്റ് കുറച്ച് സ്പ്രിങ് ഒനിയനും കൂടെ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യാം. അത് മാറ്റി വെക്കാം. ഇതുണ്ടോ, ഇതാണ് മോമോസിൻ്റെ ഫില്ലിങ്. അപ്പോഴത്തേക്കും നമ്മുടെ മോമോസിൻ്റെ ഡോയൊക്കെ നല്ല സെറ്റായിരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ, നല്ല സോഫ്റ്റായി. ചപ്പാത്തിയുടെ ചെറിയ ബോൾ പിടിക്കുമ്പോൾ ഇതുപോലെ ഇതുണ്ടോ, ഈ ഒരു മുഴുപ്പിൽ തീരെ ചെറുതാക്കണം കേട്ടോ. മാവിന് കട്ടി അധികം കൂടിപ്പോരുത്, കട്ടി കൂടിപ്പോയി കഴിഞ്ഞാൽ കൊള്ളിയില. ഇതുണ്ടോ, ഈ ഒരു പരുവത്തിന് ചെറിയ ബോൾസായിട്ട് എടുക്കുക. അതിനുശേഷം കണ്ടോ പരത്തി ഷേപ്പ് ചെയ്തിട്ടുണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് പരത്തിയിട്ട് അതിനകത്തേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം വട്ടത്തിലങ്ങ് മടക്കി കൊടുക്കുക. സൈഡിൽ കുറച്ച് വെള്ളം ചേർക്കണം, എല്ലാ സൈഡിലും കുറച്ച് നനച്ചു കൊടുക്കണം, അല്ലേ ഒട്ടിയില. ഇതുപോലെ ഒരു ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുക, എന്നിട്ട് വളച്ചെത്തി ഇതുപോലെ ഞാൻ കൂട്ടുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ. പലതും പല ടൈപ്പിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു 7 മിനിറ്റ് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്ത് കഴിയുമ്പം ഇതുപോലെ കിട്ടും. ഈ ഹോട്ട് ഗാർലിക് സോസിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. എന്നാൽ ശരി, എന്നാൽ അടുത്ത് പിടിക്കണവേ. താങ്ക് യു.